സാർ, പഹൽഗാമിൽ പാകിസ്ഥാന്റെ അറിവോടെ നടന്ന ഭീകരാക്രമണം, ഇന്ത്യ അതിന് തിരിച്ചെടുത്ത നിലപാടുകൾ, മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ സംയമനം. ഇപ്പം സംയമനം എന്ന് പറയാം, തിരിച്ചടി ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ നേരിട്ടൊരു വലിയ ആക്രമണത്തിലേക്ക് കടന്നിട്ടില്ല, ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംയമന സമയം ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ഇപ്പോൾ പേടിച്ചിരിക്കുന്നത് അത് തന്നെയായിരിക്കില്ലേ? ഇന്ത്യയുടെ സംയമനമല്ല, ഇന്ത്യയുടെ സജ്ജമാകലാണ്, തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിന് തുടക്കം കുറിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ പേടിച്ചുപോയി. പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ജലയുദ്ധം ഉണ്ടാകുമെന്ന്. നമ്മളാണിത് മിനിങ്ങാന്ന് സംസാരിച്ചത്. ഒരു ജലയുദ്ധമാണെന്ന് നമ്മളാണ് ആദ്യമായിട്ട് പറഞ്ഞത്. നമ്മൾ പറയുകയും ചെയ്തു ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടാകുമെന്ന്. പക്ഷെ അന്ന് ഇപ്പോൾ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് എന്നോട് ഒത്തിരി പേര്, ഇന്നലെയും ഒക്കെ ആയിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു അത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ. അതുകൊണ്ടാണ് സംയമനം എന്ന് പറയുന്നത്. കാരണം അപ്പോൾ അല്ല, ആ വിധത്തിൽ നമുക്ക് ജലം ബ്ലോക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ അവിടെ തടയണയുണ്ട്, ഒരുപാട് കനാലുകൾ പുതിയതുണ്ട്, ഡാമുകളുണ്ട്. ആ ഡാമുകളൊക്കെ ബ്ലോക്ക് ചെയ്താൽ പോലും ഇതിൽ വെള്ളം ഇങ്ങനെ തടക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അത് പറഞ്ഞു, ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. പാകിസ്ഥാന് ജലത്തിന് ഒരു വലിയ ദൗർലഭ്യം ഉണ്ടാകാൻ പോവുകയാണ്. ഇത് അവരുടെ സാമ്പത്തികമായി അവരെ ഞെരുക്കും. കാർഷിക രംഗത്ത്, അതുപോലെ തന്നെ വൈദ്യുതി രംഗത്ത്, മറ്റ് പിന്നെ കുടിവെള്ളത്തിൻ്റെ പോലും ആവശ്യങ്ങൾക്ക് പോലും വളരെ ദൗർബല്യം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ റിസൾട്ട് അല്ലേ ഇപ്പം പ്രതിരോധ മന്ത്രി പോലും, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടക്കം തിരിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ. അതെ, യുദ്ധം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ബിനാമിൻ ഭൂട്ടോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോരപ്പുഴ അങ്ങോട്ട് ഒഴുകുന്നതാണ്. അപ്പോൾ എത്ര തീവ്രമായിട്ടാണ് സംസാരിച്ചെന്ന് നോക്കൂ. അത്രയ്ക്ക് വൈകാരികമാണ്. അപ്പോൾ ജലം ബ്ലോക്ക് ആകുമെന്നുള്ളത് അവർക്ക് ഏതാണ്ട് പൂർണ്ണമായി ബോധ്യമായി. കാരണം ഇന്ത്യ വിചാരിച്ചാൽ പലരും മാപ്പൊക്കെ വരച്ചിട്ട് കാണിച്ചു, ഇങ്ങനെ ഇത്രയും നദികൾ പോകുമ്പോൾ ഇത് എവിടെ ബ്ലോക്ക് ചെയ്യും, എവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യും, തടയണയിൽ ഒക്കെ ബ്ലോക്ക് ചെയ്താൽ പോലും കുറേ കനാലുകൾ ഡൈവേർട്ട് ചെയ്താലും എങ്ങനെയെന്നൊക്കെ ചോദിക്കുകയുണ്ടായി. പക്ഷേ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാൻ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ചൈനയുടെ ബോർഡറിൽ ഭൂമി തുരന്നുകൊണ്ട് അതിവേഗത്തിൽ തുരങ്കങ്ങളുണ്ടാക്കി നമുക്ക് ടണലുണ്ടാക്കാനും പിന്നെ റെയിൽവേ സംവിധാനം ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞെങ്കിൽ, ഈ ചില കനാലുകൾ നദികളൊക്കെ ഡീപ്പൻ ചെയ്തുകൊണ്ടും അത് ചിലത് ഡൈവേർട്ട് ചെയ്തുകൊണ്ടും ചിലർ ഇൻ്റർലിങ്ക്ഡ് ആക്കിക്കൊണ്ടും ഒക്കെ ഭയങ്കരമായ ദൗർലഭ്യം പാകിസ്ഥാനിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളത് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. അവരതിൽ ആ സാമ്പത്തിക ഞെരുക്കം മാത്രമല്ല, ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം തന്നെ ഇതിനെതിരായിട്ട് വരും എന്ന ഭയത്തിലാണ്. പക്ഷേ ഇവിടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇടപെടും, മാത്രമല്ല ലോകബാങ്കാണ് ഇതിൻ്റെ മധ്യസ്ഥത വഹിക്കുന്നതെല്ലാം തന്നെ. അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനം ഇന്ത്യയെ ഒന്ന് മറിച്ച് ചിന്തിക്കാൻ സ്വാഭാവികമായിട്ട് പ്രേരിപ്പിക്കില്ലേ? അല്ല, ഇത് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. അവർ യാതൊരു പ്രകോപനമില്ലാതെ നമ്മുടെ എല്ലാ ട്രീറ്റുകളും, നമ്മൾ 1972 ഉണ്ടാക്കിയ സിംല കരാർ എന്താണ്? സമാധാന കരാറാണ്. LOC ലംഘിക്കുക, അത് എത്ര പ്രാവശ്യം ലംഘിച്ചു? LOC ലംഘിക്കരുത്, ഇങ്ങോട്ട് കയറരുത്, കാശ്മീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കരുത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്നതൊക്കെ വെച്ചുകൊണ്ട് അവസാനം നമ്മൾ ഒരുപാട് നഷ്ടം സഹിച്ചാണ്. ലാഹോർ വരെ കയറിയ നമ്മളെ തിരിച്ച് പുറകോട്ട് വന്ന് 93,000-ഓളം പട്ടാളക്കാരെ നമ്മൾ പിടിച്ചെടുത്തവരെ തിരിച്ചു കൊടുത്ത് വലിയ നഷ്ടം സഹിച്ചിട്ടാണ് നമ്മൾ മണ്ടത്തരം കാണിച്ച പോലൊരു പ്രവൃത്തിയാണെന്ന് പലരും പറയുന്നത് അതാണ്. അതിലുപരി 60 വർഷത്തോളം ഇന്ത്യ സഹിച്ചു. എന്നിട്ട് നമ്മൾ ഒരുവിധം പിന്നെ ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്തു കളഞ്ഞ് ആ കാശ്മീർ ഒന്ന് പച്ച പിടിച്ച് വരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് അവിടെ എല്ലാവർക്കും ഒരു സന്തോഷവും സമ്പൽ സമൃദ്ധിയും പണവും ഒക്കെ കൈവന്നു തുടങ്ങിയപ്പം ഇതിനെല്ലാം ഒറ്റയടിക്ക് തകർക്കുന്ന വിധത്തിൽ മൃഗീയമായ ഈ 26 കൊലകൾ, അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതിന് ബദൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് നമ്മളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ലോകരാഷ്ട്രത്തെയും, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകരാഷ്ട്രത്തെയും ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. അത് വളരെ ഡിഫൻസിലാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഖ്വാജ ആസിഫ്, അവരുടെ പ്രതിരോധ മന്ത്രി, തുറന്ന് സമ്മതിച്ചത് 30 വർഷമായി ഞങ്ങൾ മണ്ടത്തരം കളിക്കുകയായിരുന്നു. അത് എന്നിട്ട് അവർ പറഞ്ഞെന്തറിയാം, US വേണ്ടി, UK വേണ്ടി, യൂറോപ്പിന് വേണ്ടി, ചൈനയ്ക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പണവും പിന്നെ പ്രഷറും ഒക്കെ ഞങ്ങൾ സഹിച്ചുകൊണ്ട്, പണം തന്നുകൊണ്ട് ഞങ്ങളെ പ്രഷറിലാക്കിക്കൊണ്ട് ഈ തീവ്രവാദ പരിപാടികൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവസാനം കാശ്മീരിൽ ഇപ്പം നടന്നത് അതല്ല, കാശ്മീരിൽ ഇപ്പം നടന്നത്
സ്വാതന്ത്ര്യ സമരമാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അവർ കൊന്നത്. കൊന്നത്, 26 പേരെ കൊന്നവർ. അപ്പോൾ അവർ അത് ഇന്ന് ലക്ഷ്യമാക്കുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു ആസിഫ് ഹുസൈൻ അതിനകത്തുമുണ്ട്. പിന്നെ അത് കാണിക്കുന്നത് അതുപോലെ പലരുണ്ട്. ഇപ്പം അതൊന്നും വ്യക്തമായിട്ടില്ല, ഇനിയും ഒരുപാട് പേര് അവിടെ അങ്ങനെ സപ്പോർട്ട് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊരു ടെററിസ്റ്റ് ആണെന്ന് അറ്റാക്ക് ആണെന്ന് പറയുന്നതിനോടൊപ്പം അവർക്കിതൊരു സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയാനുള്ള ഒരു അവസരം കൂടെ അവരിതിനകത്ത് തേടുകയാണ്. പക്ഷേ ഇത് മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് അവരാണെന്നും ഇതെല്ലാം ലോകരാഷ്ട്രങ്ങൾക്ക് പൊതുവെ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു നീക്കം, നമ്മൾ സമാനമായ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ച് പലയിടത്തും നിർത്തുന്നതിനോടൊപ്പം നമ്മളിപ്പോൾ നടത്തുന്ന മറ്റൊരു നീക്കം അന്താരാഷ്ട്ര മനസാക്ഷി നമുക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഉണ്ട്. ഇവരുടെ ഏറ്റവും വലിയൊരു സമ്മർദ്ദതന്ത്രം എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാൻ പലരുമായി ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തുർക്കി മുതൽ സിറിയ, ഇറാൻ, പാകിസ്ഥാൻ, പിന്നെ ഭാവിയിൽ ഇപ്പോൾ അവർക്ക് കിട്ടിയില്ല, ഭാവിയിൽ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ USSRന്റെ ബോർഡറിൽ നിൽക്കുന്ന കസഖസ്ഥാനും ഉൾപ്പെടെയുള്ള ചില മുസ്ലിം രാഷ്ട്രങ്ങൾ, ഇതൊക്കെ കൂടെ ചേർത്തൊരു വലിയ കോറിഡോർ പണിയുക, എന്നിട്ട് പാകിസ്ഥാനെ വികസിപ്പിച്ചുകൊണ്ട്, അതാണ് ഈ കരാർ അവർ പെട്ടെന്ന് സിംല കരാർ എടുത്ത് കളഞ്ഞത്. ഈ LOC കടന്ന് കാശ്മീർ പിടിച്ചടക്കാൻ പറ്റുമെങ്കിൽ അത്, പിന്നെ ഈ സിംല കരാർ വെട്ടിക്കളയുന്ന നിമിഷം മുതൽ തങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പാകിസ്ഥാൻ, അതായത് ബംഗ്ലാദേശ് ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലാകണമെന്ന് പറയുക. ഇങ്ങനെ ഒരു തീവ്രവാദ കോറിഡോർ പോലെ കുറേ രാഷ്ട്രങ്ങൾ നിർത്താമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ടർക്കി പൂർണ്ണമായും അവർക്ക് അനുകൂലമായി നിന്നിട്ടില്ല. ചില അനുകൂല സൈനുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുമായിട്ടും ചില നയതന്ത്ര ബന്ധങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ അവരുദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല. ഇറാൻ ഇപ്പോൾ പറയുണ്ടായി വേണമെങ്കിൽ മധ്യസ്ഥ വരെ ഞങ്ങൾ വഹിക്കാം. അല്ല, അവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. കാരണം ഇറാനും അതുപോലെ തന്നെ സൗദിയും തന്നെ ഈ ഒരു വിഷയത്തിൽ, ഇന്ത്യ പാക് വിഷയത്തിൽ മധ്യസ്ഥത നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിനകത്ത് ഖത്തർ ഇടപെട്ട പോലെ ഒരു സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിണക്കാൻ പറ്റില്ല, ഇപ്പം തള്ളിക്കളയാൻ പറ്റില്ല സൗദിയെയും ഇറാനെയും ഒക്കെ തന്നെ. അപ്പോൾ ആ ഒരു സ്വാധീനം ഇന്ത്യ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ എന്ത് നേരിട്ടാലും ഇന്ത്യ ഒരു കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഇവിടെ കടന്നു കയറിയവരെ, അതുപോലെ തന്നെ ഇവിടെ കയറാനായിട്ടുള്ള ബേസുകൾ എവിടെയൊക്കെ ഉണ്ടോ അത് നശിപ്പിക്കാതെ നമ്മൾ മറ്റൊന്നിനും ഇല്ല എന്നുള്ളത്, അതാണ് ഈ തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു വാറാണ്. അങ്ങനെ ഒരെണ്ണം നമ്മൾ സജീവമായി അങ്ങോട്ട് ബോർഡറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അവർ കണക്കൂട്ടുന്നത്. പക്ഷേ നമുക്കതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ബോർഡറിൽ നിന്നുകൊണ്ട് പോലും നമുക്ക് പല അറ്റാക്കുകൾ നടത്താൻ കഴിയുന്നുള്ളത്. ഇപ്പോൾ റാഫേലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിർത്തി പോലും ലംഘിക്കേണ്ട കാര്യമില്ലെന്നാണ്. 300 കിലോമീറ്റർ വരെ റേഞ്ചിൽ നമുക്ക് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് അപ്പുറത്തോട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പല ഡ്രോണുകൾ, 400 ട്രയംഫ് പോലുള്ള അതെ, പിന്നെ നമുക്ക് പല വിധത്തിൽ ഒരുപാട് യുദ്ധ സജ്ജീകരണങ്ങൾ, സാമഗ്രികൾ നമ്മുടെ കൈവശം ഉണ്ട്, അത്യന്താധുനികമായത്. പാകിസ്ഥാനും ഒരു ആണവശക്തിയിൽ ഒരു ചെറുതല്ലാന്ന് നമുക്ക് ഈ സമയത്ത് ഓർക്കേണ്ടതില്ല. പാകിസ്ഥാൻ ആണവശക്തി തന്നെയാണ്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അറിയാം ആണവശക്തി അവിടുന്ന് എന്തെങ്കിലും അത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം ലോക മനസാക്ഷി അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അതുതന്നെ പാകിസ്ഥാൻ അത്തരം ഒരു സംരംഭത്തിന് മുതിർന്നാൽ അത് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാനുള്ള കണ്ണുകൾ നമുക്കുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിലുണ്ട്. പല വിധത്തിലും അവർക്കത് ബുദ്ധിമുട്ടായിട്ടേ വരികയുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കേൾക്കുന്ന ഒരു കാര്യം, അതായത് ജമ്മു കാശ്മീരിൽ ഇന്ത്യ കേന്ദ്രം നിർദ്ദേശിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതായത് അവിടുത്തെ ആശുപത്രികളിൽ വേണ്ട സജ്ജമായിരിക്കുക, എത്ര മരുന്നുകളെല്ലാം ഇപ്പം സംഭരിച്ചു വയ്ക്കുക, പരമാവധി കാഷ്വാലിറ്റികൾക്ക് വേണ്ടി തയ്യാറായി നിൽക്കുക എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ആക്രമണത്തിന് മുന്നോടിയായി പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രഷർ അവിടെ ഉണ്ടാവണം, ബോർഡറിലെങ്കിലും ഒരു ചെറുതല്ല ഒരു നല്ല പ്രഷർ ഉണ്ടാവണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി പല തവണ ഉതിർക്കുകയും നമ്മളതിൽ തിരിച്ച് വെടിവെക്കുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ റെസ്ട്രെയിൻഡ് ആയിട്ട് പോകുന്നു. കാരണം നമുക്കിപ്പം രാജ്യത്തിനകത്തുള്ള ഭീകര പ്രസ്ഥാനങ്ങളെയും സ്ഥാനങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലയിടത്തായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ളതിനെ നമ്മൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് സെറ്റിൽ ചെയ്യാൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അന്തർദേശീയമായിട്ട് നമുക്ക് പലരുടെയും ഒരു സപ്പോർട്ടിന് പൂർണ്ണമായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരിക്കലും പാകിസ്ഥാന് യുദ്ധമെന്ന നിലയ്ക്ക് നമ്മളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പാകിസ്ഥാന് 100% അറിയാവുന്നതാണ്. കാരണം നമ്മുടെ മിലിറ്ററിയുടെ അംഗബലം
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിസർവ് അംഗബലം, അതുപോലെ തന്നെ അർദ്ധ സൈനിക അംഗബലം എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 50 ലക്ഷത്തോളം വരുമെന്നാണ്. പാകിസ്ഥാന് ഇതെല്ലാം കൂടെ ചേർത്താൽ ഒരു 10 ലക്ഷത്തിനപ്പുറം വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ടാങ്കുകൾ 4000-ഓളം വരുന്ന ടാങ്കുകൾ നമുക്കുണ്ട്. 4200 മറ്റാണ് വരുന്നത്. അതിൻ്റെ പകുതി പോലും പാകിസ്ഥാന് അവകാശപ്പെടാനില്ല. അതും അത്രയ്ക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ കൈവശമിരിക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാവിക സജ്ജീകരണങ്ങൾ നമുക്ക് ഏതാണ്ട് 300-ഓളം നാവിക സജ്ജീകരണങ്ങളുണ്ട്. കപ്പലുകൾ, പോർക്കളത്തിലേക്ക് ഇറക്കാൻ പറ്റിയ കപ്പലുകളുണ്ട്. INS വിക്രാന്ത് പോലുള്ളവ അതിഗംഭീരമായ ഏതാണ്ട് 30 വിമാനവും കുറേ ഹെലികോപ്റ്ററുകളും ഒക്കെ ഒറ്റയടിക്ക് അവിടെ ലാൻഡ് ചെയ്യാനും അവിടുന്ന് പൊങ്ങിപ്പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുണ്ട്. അന്തർവാഹിനികൾ നമ്മുടേത് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തെ 4ാമത്തെ ശക്തിയാണെന്നാണ് പറയുന്നത്. നമ്മൾ കാലാളല്ലായാലും നമ്മൾ മറ്റ് വ്യോമ നാവിക സംവിധാനങ്ങളിലായാലും നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണ്. മാത്രമല്ല മറ്റ് മുന്നിലുള്ള 3 ശക്തികളും നമുക്കൊപ്പം നിൽക്കുന്നുണ്ടെന്ന് അത് ഇപ്പോൾ അമേരിക്ക ഇന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്നാൽ ഞങ്ങൾ ഇതിൽ മധ്യസ്ഥതയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വെച്ചാൽ ഇന്ത്യയുടേതായ ഇതിന് മുമ്പ് അമേരിക്ക പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. ട്രംപിൻ്റെ അഭിപ്രായം ഞാൻ അവിടെ മധ്യസ്ഥത വഹിക്കാമെന്നായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ ഇത്തവണ മധ്യസ്ഥതയല്ല, അവർ നമുക്ക് ഒരു ഫ്രീ ഹാൻഡ് തരുന്ന വിധത്തിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ പക്ഷേ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നതിനേക്ക് നമ്മൾ വേണോ അതോ നമുക്ക് ചില ടാർഗറ്റുകൾ തകർക്കുകയും നമ്മുടെ സംരക്ഷണവും സുരക്ഷിതത്വവും അതുപോലെ തന്നെ ഇനി തുടരെ വരാനുള്ള അറ്റാക്കുകൾ ഉണ്ടാകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും അതുപോലെ എക്കണോമിക്കലായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും പാർഷ്യലായിട്ട് മിലിറ്ററി കൊണ്ടും ഒക്കെ നമ്മൾ അവരെ പ്രതിരോധിക്കുന്ന പൂട്ടുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സൈനിക ആക്രമണം ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇന്ത്യ പാർഷ്യൽ ആക്കണം എന്നുള്ളതാണ്. ഇത് ഫുൾ ഫ്ലഡ്ജഡ് വരാതെ പാർഷ്യലായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും എപ്പോഴും ഏത് രാജ്യത്തിനും. യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ യുക്രൈൻ റഷ്യ വാർ കണ്ടില്ലേ, ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളും നാറ്റോ അടക്കം വന്ന് യുക്രൈനെ സഹായിക്കുമെന്ന് പറയും. എന്ത് സഹായിക്കാനാണ്? ആയുധം കൊടുക്കും, മറ്റ് ചെയ്യുന്നല്ലാതെ അവരതിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ ബാക്കി കാര്യങ്ങളിൽ. അപ്പോൾ അത് ആക്രമിക്കപ്പെടുന്ന രാജ്യവും ആക്രമിക്കുന്ന രാജ്യവും നഷ്ടം സഹിക്കുക എന്നുള്ളത് ചെറിയ നഷ്ടമല്ല റഷ്യക്ക് സഹിക്കേണ്ടി വന്നത്. എന്നാൽ ഉക്രൈൻ ഏതാണ്ട് തരിപ്പണമാകുന്ന വിധത്തിലും ആയിപ്പോയി. ഇത് ഒരു യുദ്ധവും ഇന്നത്തെ കാലത്ത് അത്ര ആശാസ്യമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ സുരക്ഷിതത്വം, നമുക്ക് പലരെയും നിലയ്ക്ക് നിർത്താനുള്ള കെൽപ്പ് ഒക്കെ നമുക്കുണ്ട്. അത് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചിരിക്കും. പാകിസ്ഥാൻ തോറ്റോടിയ ചരിത്രങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അവർ ഭീരുക്കളെ പോലെയാണ് ചിലപ്പോൾ പെരുമാറുന്നത്. അതുകൊണ്ടാണ് 26 പേര് സാധാരണ സിവിലിയൻസിനെ അവർ കൊന്നൊടുക്കിയത്. എന്തുകൊണ്ട് ഇത് ഇന്ത്യൻ ഒരു സൈന്യത്തിന് നേരെ പോയില്ല? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഏത് തരത്തിലും ചിന്തിക്കും. ഒരുപക്ഷെ ഇന്ത്യ ഇതുപോലെ മെച്യൂരിറ്റിയോടെ ചിന്തിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. അവിടെ കൂട്ടത്തോടെ പഴയ പാകിസ്ഥാൻ അല്ല ഇപ്പോഴത്തെ പാകിസ്ഥാൻ. മുമ്പത്തെ 3 വാറുകൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വളരെയധികം ശക്തി ഉണ്ടായിരുന്നു. നമ്മളുമായിട്ട് കിടപിടിച്ച് നിൽക്കാനൊക്കെ പല വിധത്തിൽ അത്രത്തോളം ശക്തമല്ലെങ്കിലും അവർക്ക് വീര്യം കൂടുതൽ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല. ഇപ്പോൾ അവർ വളരെ ഡിഫൻസിലേക്ക് പോകുന്ന അവസ്ഥയാണെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ അവർ നാക്കുകൊണ്ട് ഞങ്ങൾക്ക് ജലം കിട്ടിയില്ലെങ്കിൽ ഭാരതീയനെ ചോരപ്പുഴ ഒഴുക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ അതൊക്കെ പ്രാവർത്തികമാക്കാൻ പോയാൽ വരുന്ന ഭവിഷ്യത്തുകൾ അവർക്ക് നല്ലപോലെ അറിയാം. അതൊരിക്കലും അത്ര വിചാരിക്കുന്ന പോലെ എളുപ്പമല്ലെന്നും അവർക്കറിയാം. അതിനവിടെ 2 തട്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റില്ല. ഒന്ന് സൈന്യവും അതുപോലെ തന്നെ സിവിലിയൻസ് രണ്ടായിട്ട് തിരിക്കും. കാരണം സൈന്യത്തിന് എപ്പോഴും എനിക്കൊന്ന് ഇരകളെ കാട്ടി അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഒരു യുദ്ധം വന്നാൽ അവർക്കൊരു നേട്ടം ഉണ്ടാകുന്നത് അങ്ങനെയായിരിക്കും. മറിച്ച് ഇവിടെ സാധാരണക്കാർ മരിച്ചു വീഴുകയും ചെയ്യും. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആംഗിളിലൂടെ ആയിരിക്കില്ലേ അവർ ചിന്തിക്കുന്നത്. അവർക്കിപ്പോൾ ചിന്ത നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ചിന്ത അവരുടെ ഉള്ളിൽ ചില ശക്തികളെ ഒന്നിച്ച് നിർത്തേണ്ടതുണ്ട്. അവരുടെ വെല്ലുവിളികൾ പലതാണ്. ഇന്നതാ ബലൂചിസ്ഥാനിൽ ഒരു ആർമി വാഹനം പൊട്ടിത്തെറിച്ച് ഏതാണ്ട് 10-15 പാകിസ്ഥാൻ പട്ടാളക്കാർ മരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ബലൂചിസ്ഥാനിൽ ഇത് നടന്നത് എങ്ങനെയെന്നുള്ളത് പാകിസ്ഥാന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ബലൂചിസ്ഥാനിൽ സംഭവിച്ചു?
ഇതുപോലെ പല പ്രശ്നങ്ങൾ ഇനി ഈ പാകിസ്ഥാനിൽ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അവർ വളരെ കോഷ്യസ് ആവേണ്ട സന്ദർഭമുണ്ട്. അപ്പോൾ അത് അവർ ഭീഷണി കൊണ്ടും മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും നിലനിർത്താം അല്ലെങ്കിൽ ഒതുക്കാം എന്നാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അതിന് പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്, ഉടൻ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ, നമ്മളെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ? അല്ല, ഈ തിരിച്ചടി നമ്മുടെ പണ്ട് ആരോ പറഞ്ഞ പോലെ, ജഗതി പറയുന്ന പോലെ, ഉടയ്ക്കാശാനെ എന്ന് പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഉടയ്ക്കുമെന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ് നമ്മുടെ പലരും. അങ്ങനെ ഉടയ്ക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, യുദ്ധത്തിൻ്റെ അവസ്ഥ രണ്ട് രാഷ്ട്രങ്ങൾക്കും, എത്ര ചെറിയ രാഷ്ട്രമാണെങ്കിൽ പോലും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിക്കാം. അപ്പോൾ നമ്മൾ എത്രയും ഡാമേജ് കുറച്ചുകൊണ്ട് എന്നാൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി അറ്റാക്കുകളാണ് നമുക്ക് നടത്താൻ പറ്റുക. അപ്പം അതിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 300 കിലോമീറ്റർ ദൂരത്തേക്ക്, നമ്മുടെ ബോർഡറിൽ നിന്നുകൊണ്ട് 300 കിലോമീറ്റർ ദൂരത്തേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. റാഫേലിനൊക്കെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് പോകുമ്പം നമുക്ക് ഏത് പ്രദേശത്തേക്ക് ആൾനാശം കുറച്ചുകൊണ്ട്, എന്നാൽ നമുക്ക് ടെററിസ്റ്റുകളും മറ്റ് മിലിറ്ററി ബേസും ഒക്കെ വരുന്ന പലതും ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അവർ മുമ്പൊക്കെ പെട്ടിരുന്നതിനേക്കാൾ വലിയ ഒരു വൈതരണിയിൽ ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുകയാണ്. അനായാസമായിട്ട് അവർക്ക് ഊരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ സ്വയം ഏറ്റു പറയുന്നത്, ഞങ്ങൾ 30 വർഷം USA-യും UK-യും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ കുറ്റം പറയരുതേ എന്ന് ലോക മനസാക്ഷിയുടെ ഒരു സമ്മതപത്രം നേടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ലോക മനസാക്ഷി ഈ കാര്യത്തിൽ അവരോടൊപ്പമല്ല, ഇന്ത്യയോടൊപ്പമാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നമ്മളൊരു വേറൊരു കാര്യത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കൂട്ടത്തകർച്ച, നേരത്തെ പറഞ്ഞ സാമ്പത്തിക, ഇപ്പം വെള്ളം കിട്ടാതെ സാമ്പത്തിക സ്ഥിതിനെ, സാമ്പത്തിക അടിത്തറ തന്നെ പൂർണ്ണമായി നേരത്തെ നഷ്ടപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. അപ്പോൾ ഇനി വലിയൊരു വിനാശത്തിലേക്കല്ലേ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പോകുന്നത്? കാരണം ഇനി ഇവിടെ ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഇടപെട്ടാൽ പോലും പാകിസ്ഥാനെ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യം. അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് ഇപ്പോൾ പാകിസ്ഥാന് ആരും കൊടുക്കുന്നില്ല. ഒന്നാമത് ഇപ്പം യൂറോപ്പിലൊക്കെ തന്നെ തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പല രാഷ്ട്രങ്ങളും. ടെററിസം നടന്നില്ലെങ്കിലും ഈ തീവ്രവാദം എന്ന് പറയേണ്ട ഒരു തീവ്ര വർഗീയ ചിന്തകളും മറ്റു കാര്യങ്ങളുമായിട്ട് അവർ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ടെററിസത്തിനെതിരായിട്ട് ലോകം മുഴുവൻ ഒരു ലോക മനസാക്ഷി തന്നെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ ശരിക്കും അതാണ് നയിക്കേണ്ടതെന്നാണ് പല പ്രഗത്ഭരും ആവശ്യപ്പെടുന്നത്. ലോകത്തിന് മുഴുവൻ മനസാക്ഷിയും ഈ ടെററിസത്തിനെതിരായിട്ട് കൊണ്ടുവരുന്ന, എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇതിനെ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്. അതുകൊണ്ട് ഇന്ത്യ പാർഷ്യൽ മിലിറ്ററിയും കൂടുതൽ ഡിപ്ലോമാറ്റിക്കും കൂടുതൽ പൊളിറ്റിക്കലും കൂടുതൽ എക്കണോമിക്കലുമായിട്ടുള്ള പ്രഷറായിരിക്കും തീർച്ചയായിട്ടും പാകിസ്ഥാന് മേൽ ചെലുത്തുക. അതിലവർ വളരെയധികം ബുദ്ധിമുട്ടി പോവും. ഇപ്പം തന്നെ അവരുടെ ഈ ഗതികെട്ട ചില പ്രസ്താവനകൾ, ഇങ്ങനെയൊന്നും ഒരു രാജ്യവും പ്രസ്താവിക്കില്ല, ഞങ്ങൾ തീവ്രവാദികളായിരുന്നു എന്ന്, 30 വർഷമായിട്ട് ഞങ്ങൾ തീവ്രവാദികളായിരുന്നു, തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രഖ്യാപിക്കൂ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ്. കശ്മീരിയത്ത് എന്ന് പറഞ്ഞൊരു വികാരമുണ്ട്. കശ്മീരികൾ സ്നേഹസമ്പന്നരാണ്. നമുക്കിപ്പോൾ തന്നെ മനസ്സിലാകും. 2 ആദിലുകളുടെ കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കുതിരക്കാരനായ ആദിൽ, അയാൾ തൻ്റെ ജീവൻ ബലി കഴിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പെണ്ണിൽ നിന്ന് ടൂറിസ്റ്റിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. അതേസമയം മറ്റൊരു ആദിൽ ഹുസൈൻ ആണെങ്കിൽ ചെയ്തത്, അയാളുടെ ശ്രമമെന്ന് പറഞ്ഞാൽ ആദിൽ ഹുസൈൻ തേകര അല്ലേ, അയാൾ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ ജീവൻ ബലിയെടുത്തുകൊണ്ട് വേണം തൻ്റെ പിന്നിൽ നിൽക്കുന്ന ടെററിസ്റ്റിനെ കീഴടക്കാനെന്നുള്ളതാണ്. അതാണ് ആ കാശ്മീരിയത്തിൻ്റെ ഒരു പ്രത്യേകത. അവരെവിടെ നിൽക്കുന്നോ അവിടെ ഉറച്ചു നിൽക്കുകയും അവിടെ അവരുടെ പൂർണ്ണമായും അവരുടെ ഹൃദയം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഭീകരൻ ആദിലിന്റെ അമ്മയുടെ നിലപാട് നോക്കേണ്ടതുണ്ട്. അവർ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. മകൻ തെറ്റുകാരനാണെങ്കിൽ അവനെ കൊന്നാലും കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. കാശ്മീരിൽ മൊത്തത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. കാശ്മീരിലെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ മാത്രമല്ല, താഴെത്തട്ടിലുള്ള ജനങ്ങളിൽ വന്ന മാറ്റമാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് പൊളിറ്റിക്കൽ വന്ന മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു ട്രെൻഡ് ഇതായിരുന്നില്ല. ഇപ്പോൾ അവർ പൂർണ്ണമായും ഇന്ത്യ എന്നൊരൊറ്റ
ചിന്തയിൽ നിൽക്കുകയാണ്. അവരുടെ പ്ലാനുകൾ വളരെയധികം വിജയിച്ച് വരികയായിരുന്നു. 3 കോടി ടൂറിസ്റ്റുകളെയാണ് അവർ ഈ വർഷം പ്രതീക്ഷിച്ചത്. ആ 3 കോടി ടൂറിസ്റ്റ് അവിടെ വന്നാൽ ഏതായാലും 2 ലക്ഷം കോടിയിലധികം തുക അവിടെ വരുമായിരുന്നു. പണം കൊണ്ട് ഓരോരുത്തരുടെയും കൈകൾ നിറയുമായിരുന്നു. 2 ലക്ഷം കോടി എന്ന് പറഞ്ഞാലേ ചില്ലറ എമൗണ്ട് അല്ല. നമ്മുടെ കേരളത്തിൻ്റെ കടക്കണി 6 ലക്ഷം കോടിയാണ്. അപ്പോൾ കേരളത്തിൽ ഇത് തന്നെയാണ്. ടൂറിസം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് നമുക്ക് മാറ്റാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ടൂറിസത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ചിന്താഗതി അത് വേറൊരു എപ്പിസോഡിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. അത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ കാശ്മീരിനെ കണ്ടുപഠിക്കേണ്ടതാണ്. വെറും 3 വർഷം കൊണ്ട് അവിടെ ഇല്ലാതിരുന്ന ടൂറിസത്തിനെ എങ്ങനെ അവർ 3 കോടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളം പാഠമാക്കേണ്ടതാണ്. ആ കശ്മീരിയത്ത് എന്ന് പറഞ്ഞ ആ ചിന്താഗതി അവരിപ്പോൾ പൂർണ്ണമായും ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ സജ്ജമാണ്. ഇന്ന് ടെററിസ്റ്റിനെ സ്വീകരിക്കാനല്ല അവർ സജ്ജം, ടൂറിസ്റ്റിനെ സ്വീകരിക്കാൻ സജ്ജമാണ്. അതാണ് കശ്മീരിയത്ത് എന്ന് ഞാൻ പറഞ്ഞു. ഇന്നവർ ഇന്ത്യയുടെ ഹൃദയവുമായി കശ്മീരിൻ്റെ ഹൃദയത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതാണ് പുതിയ ഒരു മാറ്റം. ഇത് നിലനിർത്താനാണ് ഇന്ത്യ ഗവൺമെൻറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പരിപൂർണമായും സുരക്ഷിതമായ ഒരു കശ്മീരാക്കി നിലനിർത്തുക. അതിനാണ് നമ്മൾ ഈ കാണിക്കുന്ന വെപ്രാളങ്ങളെല്ലാം. പാകിസ്ഥാൻ കാണിക്കുന്നത് അതല്ല. പാകിസ്ഥാൻ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ LOC കടന്ന് കാശ്മീരിൻ്റെ കുറേ ഭാഗം പിടിച്ചടക്കാൻ പറ്റുമോ, പഴയ ബംഗ്ലാദേശ് അവർക്ക് പാകിസ്ഥാനായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള സ്വപ്നങ്ങളാണ്. ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും കഴിവും അവർക്ക് കിട്ടുന്ന വെളിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ചില തീവ്രവാദികളുടെ സപ്പോർട്ട് ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കാം. ഹമാസ് ഉൾപ്പെടെ ചിലർ അവരെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ അവരുടെ ഇടപെടുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിൽ കവിഞ്ഞ ഒരു വലിയ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് അവർ സ്വയം ചിന്തിക്കേണ്ടതാണ്. അവർ വീണ്ടും പടുകുഴിയിലേക്കാണ് ഇത്തരത്തിലാണെങ്കിൽ പോകുന്നത്. ഈ വെല്ലുവിളികൾ കൊണ്ട് ഇന്ത്യയെ നേരിടാൻ അവർക്ക് കഴിയില്ല. ലോക മനസാക്ഷിയെയും അവർക്ക് ഒപ്പമാക്കാൻ കഴിയില്ല. ഇന്ത്യ എന്നാൽ ലോക മനസാക്ഷിയെ ഒപ്പമാക്കി നിർത്തിക്കൊണ്ട് സുരക്ഷിതമായൊരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഇട്ടൊരു പൂട്ട് തുറക്കാൻ പാകിസ്ഥാന് സാധിക്കുമോ? ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ എന്താണ്? അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.